രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അല്പസമയത്തിനകം മണിപ്പൂരിൽ തുടക്കമാകും. തൗബാലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യും. 15 സംസ്ഥാനങ്ങളിലായി 110 ജില്ലകളിലൂടെ യാത്ര കടന്നുപോകും. 6713 കിലോമീറ്ററാണ് ആകെ സഞ്ചരിക്കുക. മാർച്ച് 20-ന് മുംബൈയിലാണ് സമാപന ചടങ്ങ്. ഇംഫാലിലെ ഉദ്ഘാടനത്തിന് അനുമതി നിഷേധിച്ചത് ദൗർഭാഗ്യകരമാണെന്ന് മണിപ്പൂർ PCC അധ്യക്ഷൻ കേശ മേഘചന്ദ്ര സിംഗ് 24-നോട് പറഞ്ഞു. Manipur government declined to give the permission that at the government lane. So after that we shifted to the private lane. So it is very unfortunate that public lane means for the public purpose. Why this government is this declining and not allowing to do in the public place? It is a public program. So nowhere in the state, but here in our state that is there. വൈകാരിക വിഷയങ്ങളല്ല ചർച്ചയാക്കേണ്ടതെന്നും തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും യാത്രയ്ക്ക് മുന്നോടിയായി രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. മണിപ്പൂരിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര തുടങ്ങുമ്പോൾ അവിടെ നിന്നുമുള്ള തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. നിതിൻ അംബുജൻ മണിപ്പൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, യാത്രയ്ക്ക് അനുമതി നിഷേധിക്കാൻ പല കാരണങ്ങൾ സർക്കാർ പറഞ്ഞിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് യാത്ര ഇന്ന് മണിപ്പൂരിൽ നിന്ന് തുടങ്ങുകയാണ്. ദൗർഭാഗ്യകരമാണ് ഈ തരത്തിൽ ഒരു വിലങ്ങ് തടിയായി ചില നിബന്ധനകൾ വെക്കുന്നത് എന്ന പ്രതികരണം PCC അധ്യക്ഷൻ്റേത് നമ്മൾ കണ്ടു. എവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്? നിലവിലെ നിയന്ത്രണങ്ങൾ, പുതിയ നിബന്ധനകൾ, ഇതൊക്കെ യാത്രയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം? ഗോപി, ഭാരത് ജോഡോയുടെ രണ്ടാം ഘട്ട യാത്രയ്ക്കാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. അല്പസമയത്തിനും തന്നെ രാഹുൽ ഗാന്ധി ഇംഫാലിലെത്തും. 11 മണിക്ക് രാഹുൽ ഗാന്ധി ഇംഫാലിലെത്തിയാൽ നേരെ കൊയിഞ്ചാമിലുള്ള യുദ്ധസ്മാരകത്തിലേക്ക് പോകും. 12 തന്നെ യാത്ര അവിടെ നിന്ന് തുടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടാതെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതോടൊപ്പം തന്നെ നിയമസഭാ കക്ഷി നേതാക്കൾ, PCC അധ്യക്ഷന്മാർ തുടങ്ങിയ നിരവധി പേർ ഇന്ന് യാത്രയുടെ ഭാഗമാകും. നാളെ യാത്ര നാഗാലാൻഡിൽ പ്രവേശിക്കും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 11 ദിവസമാണ് യാത്ര സഞ്ചരിക്കുക. അതോടൊപ്പം തന്നെ 6700 കിലോമീറ്റർ, 66 ദിവസം, 15 സംസ്ഥാനങ്ങൾ, 110 ജില്ലകൾ എന്നിങ്ങനെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര കടന്നു പോകുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഉത്തരേന്ത്യയിലെ 110 ജില്ലകളുടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കർണാടകയിലും അതോടൊപ്പം തന്നെ തെലങ്കാനയിലും കോൺഗ്രസ് തിരിച്ചു വന്ന പോലെ തന്നെ ഒരു തിരിച്ചുവരവ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കഴിയും എന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം വെച്ചുപുലർത്തുന്നത്. എന്തായാലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളതാണ് ഇന്ന് നടക്കാൻ പോകുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര. പ്രത്യേകിച്ചും മണിപ്പൂർ കലാപം, അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ, കൂടാതെ നിരവധി വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള യാത്ര ഇന്ന് തുടക്കം കുറിക്കും. മാത്രമല്ല, ഇന്ന് ഇംഫാലിൽ നിന്ന് യാത്ര ആരംഭിക്കാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചത്. പക്ഷേ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് യാത്ര തുടങ്ങണം എന്നൊരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് അവഗണിച്ചുകൊണ്ട് തൗബാലിൽ നിന്ന് കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൗബാലിൽ നിന്ന് യാത്ര തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പലതരത്തിലുള്ള ഒരു പ്രതിസന്ധികൾ അത് മറികടന്നുകൊണ്ട് യാത്രയെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മണിപ്പൂരിൽ ഒരുപക്ഷെ മണിപ്പൂർ കലാപം തുടങ്ങിയ ശേഷം ഇവിടെ സന്ദർശിച്ച ആദ്യത്തെ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധി ഈ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ കൃത്യമായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. പ്രത്യേകിച്ചും കലാപത്തിന്റെ മുറിവ് ഉണങ്ങാൻ വേണ്ടി അത് വളരെ പ്രധാനമാണ്. കാരണം കലാപത്തിന്റെ മുറിവ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഇത് സ്നേഹ സന്ദേശവുമായിട്ടാണ് ഈ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്താണ് തൗബാലിൽ നിന്ന് ഇന്ന് യാത്ര തുടങ്ങുമ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം? നീതിയും ന്യായവും നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് ന്യായം കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം. കാരണം തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. മാത്രമല്ല, വിലക്കയറ്റം തുടങ്ങിയ നിരവധി വിഷയങ്ങളുണ്ട്. മണിപ്പൂരിലെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. അത്തരത്തിൽ നിരവധി വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ എക്സിൽ കുറിച്ച വാക്കുകൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വൈകാരികമായിട്ടുള്ളൊരു ഇടപെടലല്ല, മറ്റ് ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ചും യുവജനങ്ങളെ, അതോടൊപ്പം തന്നെ കർഷകരടക്കം ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ അത് ചർച്ച ചെയ്യണം എന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ആ യാത്ര നിരവധി രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്നോട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കുറെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് യാത്രയുടെ ഭാഗമാകാൻ. ആ നേതാക്കൾ പലരും ഇപ്പോൾ സംസാരിക്കും. എന്തായാലും ടി സിദ്ദിഖ് MLA ഇപ്പോൾ ചേരുകയാണ്. ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഒന്ന്, ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ ന്യായ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസാണ്, നീതിയാണ്.
ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള, ഭരണകൂടത്തിൻ്റെ അനീതിയിൽ നിന്ന് നീതി ലഭ്യമാക്കാനുള്ള ഒരു വലിയ പ്രതലം സൃഷ്ടിക്കാനുള്ള ജാഥയാണ്. ഈ ജാഥ അനീതിയിൽ നിന്ന് നീതി ലഭ്യമാകുന്നത് വരെ ജനങ്ങളുടെ കൂടെ ഒരു പടയോട്ടം ആരംഭിക്കുകയാണ്. ആ പടയോട്ടത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊടുക്കും വലിയ പ്രതീക്ഷയുണ്ടോ? 100% പ്രതീക്ഷയുണ്ട്. ജനങ്ങളെ, ഇന്ത്യ മുന്നണിയിലെ നേതൃത്വത്തെ, മുഴുവൻ ആളുകളെയും ബന്ധപ്പെടുത്തി രാജ്യത്തെ ജനതയെ കൂടുതൽ ആത്മവിശ്വാസം പകരാനുള്ള ഈ മഹാദൗത്യം രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ദൗത്യത്തിലേക്ക് എത്തും. എന്തായാലും അത് തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലടക്കം വലിയ തരത്തിലുള്ള മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര മുന്നോട്ട് വയ്ക്കുന്നത്. ശരി നിതിൻ, 66 ദിവസം നീണ്ടു നിൽക്കുന്ന 15 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നതാണല്ലോ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര. അതിൽ ഉടനീളം പങ്കെടുക്കുമോ സിദ്ദിഖിനെ പോലെയുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ? അങ്ങനെ കേരളത്തിൽ നിന്ന് എത്ര നേതാക്കളുടെ സാന്നിധ്യം ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടാകും? ഗോപി, കേരളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ഇന്ന് ഇംഫാലിലെത്തും. ഇപ്പോൾ ഇന്നലെ മുതൽ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇവിടെ മണിപ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്ന കുറെ അധികം നേതാക്കളുണ്ട്. ടി സിദ്ദിഖ്, അതോടൊപ്പം തന്നെ അനിൽകുമാർ, കൂടാതെ അനിൽ ബോസ് അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. എന്തായാലും അനിൽ ബോസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. യാത്രയുടെ മുഴുനീളം യാത്രയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 66 ദിവസത്തിൽ മുഴുവൻ ദിവസവും സഞ്ചരിക്കാൻ തന്നെ തീരുമാനിച്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ നാട്ടിൽ മുൻകൂട്ടി തീരുമാനിച്ച 1-2 പരിപാടികളുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ദിവസം ചിലപ്പോൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ നിലവിൽ ഈ യാത്ര ആദ്യത്തേതുപോലെ അല്ല. ആദ്യത്തെ യാത്ര നമ്മൾ 4080 കിലോമീറ്ററും നമ്മൾ നടക്കുകയായിരുന്നു. 150 ദിവസം 5 മാസക്കാലം നമ്മൾ നടക്കുകയായിരുന്നു. ആർക്കും അത് അണിചേരാം, ആർക്കും അതിൻ്റെ അകത്ത് പങ്കെടുക്കാം. അതിൻ്റെ അകത്ത് സ്ഥിരം യാത്രികർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇവിടെ ഈ യാത്രയുടെ പ്രത്യേകത, ഇത് 6700 കിലോമീറ്റർ ഉണ്ട്. 100 പാർലമെൻറ്റ് മണ്ഡലങ്ങളും 337 നിയമസഭാ മണ്ഡലങ്ങളിലും അടക്കം കടന്നു പോകുന്ന ഒരു യാത്രയാണ്. ഇതിൻ്റെ ആദ്യത്തെ മുദ്രാവാക്യം ഒഴിവാക്കിയിട്ടില്ലെങ്കിലും ഇതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് സാമ്പത്തിക സാമൂഹിക സമത്വം എന്ന ആശയമാണ്. ജസ്റ്റിസ് അത് കിട്ടണം. അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ AICC ന്യായ് യോദ്ധ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ മിസ് കോളിലൂടെ അംഗമാകാം. അതൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ്. മിസ് കോൾ അടിക്കുന്നവരെല്ലാം ഇവിടെ വന്ന് കൂടെ നടക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞാനും ഇതിൻ്റെ ഭാഗമാകുന്നു എന്ന സന്ദേശത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സ്കീം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ 6700 കിലോമീറ്ററും ഈ പറയുന്ന 66 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിനുവേണ്ടി വാഹനം, കാരണം ഇവിടുത്തെ പ്രകൃതിപരമായ വ്യത്യസ്തതകൾ വെച്ച് അവിടെ പ്രത്യേകം വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ സഞ്ചരിക്കും. അതിൻ്റെ അകത്ത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രത്യേകമായ വാഹനം തയ്യാറാക്കിയിട്ടുണ്ട്. ആ വാഹനത്തിൽ തന്നെ വ്യത്യസ്ത മേഖലകളിലെ ആളുകളുമായി ഇൻറ്ററാക്ട് ചെയ്യാനായിട്ടുള്ള പ്രത്യേക സംവിധാനമുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിന് ആളുകളോട് സംസാരിക്കാൻ, പബ്ലിക് മീറ്റിങ്ങിനെ പോലെ തന്നെ സംസാരിക്കാൻ കഴിയുന്ന ക്രമീകരണങ്ങളുണ്ട്. പിന്നെ ഇറങ്ങാൻ കഴിയുന്ന മുഴുവൻ സ്ഥലങ്ങളിലും, ആൾക്കൂട്ടമുള്ളിടത്തും ആൾതാമസമുള്ളിടത്തും ഇറങ്ങി അദ്ദേഹം നടക്കും. അത് എവിടെയൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഈ പോയിന്റുകൾ, കടന്നു പോകുന്ന പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും മണിപ്പൂരിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഒരു ടാക്സി കാർ എയർപോർട്ടിൽ നിന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ പോലും പോകുന്ന ഏരിയ നോക്കി, ജാതി നോക്കി ആളുകൾ വണ്ടി ഡിവൈഡ് ചെയ്ത് വിളിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിട്ടാണ് നമുക്ക് ഈ 2-3 ദിവസക്കാലത്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്രയും പ്രശ്നബാധിതമായ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മുദ്രാവാക്യം തുടങ്ങുമ്പോൾ ഭരണകൂടം ഉണരണം. പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിലേക്ക് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഗൗരവമാണ്. രാഷ്ട്രീയ മാനങ്ങൾക്കപ്പുറം ഈ രാജ്യത്തിൻ്റെ ഏകത, സമത്വം ഇതെല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. വളരെ ആവേശമാണ് ഞങ്ങൾക്കുള്ളത്. 100% ആത്മാർത്ഥമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതും. ഈ രാജ്യത്ത് സമാധാനം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു വിജയം എല്ലാ വിഭാഗം ജനങ്ങളും ഇതിൽ പങ്കാളിയാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കാരണം ഇതൊരു ചരിത്രമായി തന്നെ ഉണ്ടാകും. മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾ, സംസ്ഥാന ഘടകങ്ങൾ ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ യാത്ര കടന്നു പോകുന്ന ബംഗാൾ, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ ഈ യാത്രയുടെ ഭാഗമാകുമോ എന്നെല്ലാം ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ യാത്ര. ഈ ദേശീയ തലത്തിൽ ഇപ്പോൾ നേരത്തെ ശ്രീ അനിൽ ബോസ് ഒക്കെ പറഞ്ഞതുപോലെ അതൊരു സാമൂഹിക സാമ്പത്തിക സമത്വം, നീതി, ന്യായം എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും ഇന്ത്യയിലെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ ഇത് ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുന്ന, അവരിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായി മാറ്റി തീർക്കാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗാളിലൂടെ കടന്നു പോകുമ്പോൾ, ഉത്തർപ്രദേശിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് വിളിച്ചോതുന്ന ഒന്നായി ഈ യാത്രയെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യമാണല്ലോ പ്രധാനമായുള്ളത്.
തീർച്ചയായും ഗോപി, കാരണം ഇന്ത്യ സഖ്യത്തിലെ പങ്കാളിത്തം ഉണ്ടാകുമോ എന്നത് ഭാരത് ജോഡോ ന്യായ് യാത്ര അത് പ്രഖ്യാപിച്ചതിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ചോദിച്ചു. പക്ഷേ അപ്പോൾ വ്യക്തമാക്കിയത് പരമാവധി നേതാക്കളെ അടക്കം ഈ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ്. ഇന്നലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ജയറാം രമേശ് വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയപ്പോൾ പറഞ്ഞത് ഇന്നത്തെ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിൽ ഏതാണ്ട് 10 പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാന ഘടകങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ്. അത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിലടക്കം പാർട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും സീറ്റ് ഷെയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട്. അതെല്ലാം തന്നെ മാറ്റിവെച്ച് ഈ ഒരു കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കുമോ, മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവും പങ്കെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും വ്യക്തമാകും. ശരി, നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കാൻ പോകുന്നത്. നിശ്ചിതമായ ആളുകൾക്ക് മാത്രമേ പരിമിതപ്പെടുത്തിയിരുന്നു ഈ യാത്ര സർക്കാർ ഇടപെടൽ മൂലം. പക്ഷേ അങ്ങനെയല്ല, മുഴുവൻ ആളുകളെയും പരമാവധി ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. 6700 കിലോമീറ്ററാണ് 66 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിലൂടെ മറികടക്കാൻ പോകുന്നത്. 15 സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 11 ദിവസം യാത്രയുണ്ടാകും. 100 പാർലമെന്റ് മണ്ഡലങ്ങളെയും 337 നിയോജക മണ്ഡലങ്ങളെയും കടന്നുകൊണ്ടായിരിക്കും ഈ യാത്ര മുന്നോട്ട് പോവുക. സാമ്പത്തിക സമത്വം ഉറപ്പാക്കാൻ വേണ്ടി, രാജ്യത്ത് നീതി ഉറപ്പാക്കാൻ വേണ്ടി, ന്യായം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഭാരത് ജോഡോയുടെ 2ാം ഘട്ട ന്യായ് യാത്ര എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം വിളിച്ചോതുന്ന ഒന്നായി ഈ യാത്ര മാറുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞാണ് തൗബാലിൽ നിന്ന് യാത്ര ആരംഭിക്കുക. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തും. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിതിൻ അംബുജൻ, ഞങ്ങളുടെ പ്രതിനിധി മണിപ്പൂരിൽ. ഞങ്ങളുടെ സംഘം മണിപ്പൂരിൽ നിന്നും ഈ യാത്രയ്ക്കൊപ്പം തത്സമയം വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും.